UDFിന് ഭരണം ലഭിച്ചാൽ കേരളത്തിൽ ആരും മുഖ്യമന്ത്രിയാകുമെന്ന ചർച്ചകൾ ഇപ്പോൾ സജീവമാവുകയാണ്. അതിനിടെയാണ് കേരള ഭരണത്തിന് ശക്തമായ ദിശാബോധം നൽകാൻ കഴിയുന്ന നേതാവായി KC വേണുഗോപാലിനെ ഉയർത്തിക്കാട്ടി സുധാകരൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത്. KC വേണുഗോപാലിൻ്റെ സാന്നിധ്യം കേരള രാഷ്ട്രീയത്തിന് എത്രത്തോളം ആവശ്യമാണെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചുവെന്നും വിജയത്തിന് പിന്നിലെ പ്രേരക ശക്തിയായി പ്രവർത്തിച്ചുവെന്നും സുധാകരൻ പറയുന്നു. കേരളത്തിന് ആവശ്യം അത്തരമൊരു ദീർഘദർശിയായ നേതാവിനെയാണെന്നും സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനിഷേധ്യനായ സംഘാടകനും ശക്തനായ നേതാവുമായ KC വേണുഗോപാൽ ദേശീയ തലത്തിൽ നിർണായക ചുമതലകൾ വഹിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ സാന്നിധ്യം കേരള രാഷ്ട്രീയത്തിന് എത്രത്തോളം ആവശ്യമാണെന്ന് ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ വീണ്ടും തെളിയിച്ചു. കേരളത്തിലെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ആത്മവിശ്വാസം പകരുന്ന ശക്തിയായി മാറിയും പാർട്ടിയുടെ വിജയത്തിന് പിന്നിലെ പ്രേരക ശക്തിയായും അദ്ദേഹം പ്രവർത്തിച്ചു. അത് ഒരു നേതാവിന്റെ സംഘടനാ മികവിന്റെ തെളിവാണെന്നും സുധാകരൻ പറയുന്നു. ലീഡർ ശ്രീ കരുണാകരൻ, ശ്രീ AK ആന്റണി, ഉമ്മൻചാണ്ടി, വയലാർ രവി എന്നിങ്ങനെ സംസ്ഥാന രാഷ്ട്രീയത്തെ നയിച്ച മഹാനേതാക്കളുടെ പാത പിന്തുടർന്ന് കേരള രാഷ്ട്രീയത്തിലെ മുടിചൂടാമണനായി ഉയരാൻ KC വേണുഗോപാലിന് കഴിയും എന്ന ആത്മവിശ്വാസം കോൺഗ്രസ് പ്രവർത്തകരിൽ ശക്തമാണ്. പാർട്ടിയോടുള്ള അചഞ്ചലമായ ആത്മാർത്ഥത, പ്രതിസന്ധികളിൽ പോലും പിന്നോട്ടില്ലാത്ത ഉറച്ച നിലപാട്, പ്രവർത്തകരോട് കാണിക്കുന്ന വിനയവും ആദരവും, ഇതൊക്കെയാണ് KC വേണുഗോപാലിനെ വ്യത്യസ്തനാക്കുന്നത്. നേതാവെന്ന നിലയിൽ മാത്രമല്ല, ഒരു സഹയാത്രികനായും പ്രവർത്തകരുടെ ഇടയിൽ നിൽക്കാൻ കഴിയുന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തിയെന്നും നാളെയുടെ ഭരണത്തിന് ദിശാബോധം നൽകാൻ കഴിയുന്ന നേതാവായി KC വേണുഗോപാൽ ഉയരട്ടെ എന്നും കൂടെ സുധാകരൻ ആശംസകൾ പറയുന്നു. എന്നാൽ കേരളത്തിൽ മുഖ്യമന്ത്രി ആരാകും എന്ന തരത്തിലുള്ള ചർച്ചകളിൽ തനിക്ക് താല്പര്യം ഇല്ലെന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറയുന്നത്. 4-ാം തീയതി ഫലം വന്ന ശേഷം കോൺഗ്രസ് പാർട്ടി സംവിധാനം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ KC വേണുഗോപാലിനെ പുകഴ്ത്തി സുധാകരൻ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിനെക്കുറിച്ചും സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകളെക്കുറിച്ചും പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹ മാധ്യമങ്ങളോ നെഗറ്റീവ് പോസിറ്റീവ് ചർച്ചകളോ ഒന്നുമല്ല കോൺഗ്രസിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. 4-ാം തീയതി എന്തായാലും ഫലം വരട്ടെ. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്: ഫലം വരുന്നവരെ കാത്തിരിക്കുക. കോൺഗ്രസിന്റെ ലീഡർഷിപ്പും സിസ്റ്റവും കൂടിയാലോചിച്ച് തീരുമാനിക്കും. നേതാക്കന്മാർക്കില്ലാത്ത ആശങ്ക നിങ്ങൾക്ക് എന്തിനാണ്? നേതാക്കന്മാരെല്ലാം വളരെ ശാന്തരായിട്ടിരിക്കുകയാണ്. പൊതുജന മധ്യത്തിൽ വലിച്ചിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല ഇതെന്നും അദ്ദേഹം പറയുന്നു. പരസ്യ വിവാദങ്ങളിലേക്ക് പോകാതിരിക്കലാണ് നല്ലത്. സുധാകരൻ മാത്രമല്ലല്ലോ അഭിപ്രായം പറഞ്ഞത്. ചില മാധ്യമങ്ങളൊക്കെ ഇന്നലെയും മിനിയാന്നുമൊക്കെ എന്നെക്കുറിച്ച് ചർച്ച ചെയ്തത് പ്രവർത്തകരിൽ വിഷമമുണ്ടാക്കി. നമ്മൾ വട്ടപൂജ്യം എന്നൊക്കെയാണ് അവർ പറയുന്നത്. പൂജ്യം ആയിക്കോട്ടെ, ഞാൻ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണെന്നും വേണുഗോപാൽ പറഞ്ഞു. കേരളത്തിൽ വളരെ സീനിയർ നേതാക്കന്മാരാണ് എല്ലാവരും. ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നിച്ച് മുന്നോട്ട് പോകും. ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നും വേണുഗോപാൽ പറയുന്നു. എന്നാൽ UDF ഭരണത്തിലെത്തിയാൽ മുഖ്യമന്ത്രിയാകാൻ KC വേണുഗോപാൽ തയ്യാർ ആണെന്നാണ് സൂചനകൾ. ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ മുഖ്യമന്ത്രിയാകാൻ തയ്യാറാണെന്ന് വേണുഗോപാൽ സന്നദ്ധത അറിയിച്ചെന്നാണ് പുറത്തുവരുന്ന വിവരം. മുഖ്യമന്ത്രി ആകുമെങ്കിൽ ഇരിക്കൂറിൽ നിന്ന് മത്സരിക്കും. സജീവ് ജോസഫ് KC വേണുഗോപാലിന് വേണ്ടി MLA സ്ഥാനം രാജിവെക്കും എന്നും സൂചനകളുണ്ട്. ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ അതേപോലെ ചെയ്യും എന്ന് വേണുഗോപാൽ പറയുമ്പോൾ തന്നെ അതിൽ ഒരു സാധ്യതയുണ്ട്. കാരണം പാർലമെന്റ് ഇലക്ഷനിൽ തോൽക്കാൻ പോയ രാഹുൽ ഗാന്ധിയെ MP ആക്കിയതും രാജ്യത്ത് വേറെ എവിടെ നിന്നാലും തോൽക്കാൻ സാധ്യതയുള്ള പ്രിയങ്കയെ MP ആക്കിയതും വേണുഗോപാലിന്റെ ബുദ്ധിയാണ്. ഇന്ന് രാഹുലും പ്രിയങ്കയും പാർലമെന്റിൽ ഇരിക്കുന്നതിന് അവർ നന്ദി പറയേണ്ടത് KC വേണുഗോപാലിനോട് മാത്രമാണ്. അതുകൊണ്ട് കേരളം ആര് ഭരിക്കണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ അവിടെ ആദ്യം ഉയർന്നു കേൾക്കുന്ന പേര് KC വേണുഗോപാൽ എന്ന് തന്നെയായിരിക്കും.